ഫെഡറൽ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കോ ക്യാഷ് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനായി അവിടെ ഒരു ക്യാഷ് ഡെപ്പോസിറ്റ് ഫോം അഥവാ ക്യാഷ് ഡെപ്പോസിറ്റ് സ്ലിപ്പ് നൽകാറുണ്ട്. ആ ഫോം മലയാളത്തിലും ഇംഗ്ലീഷിലുമൊക്കെ എങ്ങനെ പൂരിപ്പിക്കാമെന്ന് വളരെ വ്യക്തമായിട്ട് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. നമ്മൾ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഫോം പൂരിപ്പിക്കാൻ അറിയാത്തതുകൊണ്ട് പലരും മറ്റുള്ളവരെ ആശ്രയിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആർക്കും തന്നെ യാതൊരു സംശയവും കൂടാതെ തന്നെ ഈ ഫോം പൂരിപ്പിക്കാനാകും. അതുപോലെയാണ് കാര്യങ്ങൾ ഈ വീഡിയോയിൽ വിശദമാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ അവർക്കൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അതേപോലെ യൂസ്ഫുള്ളായ വീഡിയോയ്ക്ക് മറക്കാതെ ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. കാരണം നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോകൾ യൂട്യൂബിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഫെഡറൽ ബാങ്കിൽ നൽകാറുള്ള ATM കാർഡ് റിക്വസ്റ്റ് ഫോം, ക്യാഷ് വിഡ്രോവൽ ഫോം പോലുള്ള വിവിധതരം ഫോമുകൾ എങ്ങനെ പൂരിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോകൾ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളുടെ എല്ലാം പ്ലേലിസ്റ്റിൻ്റെ തമ്പനയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ്. അതുപോലെ ഇവിടെ കാണുന്ന ഐ ബട്ടണിലും അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഇവയിൽ പ്രസ് ചെയ്തുകൊണ്ട് യൂസ്ഫുള്ളായ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എന്നാൽ ശരി, ഫെഡറൽ ബാങ്കിൻ്റെ ക്യാഷ് ഡെപ്പോസിറ്റ് ഫോം എങ്ങനെ പൂരിപ്പിക്കാമെന്ന് നോക്കാം. ഇതാണ് ഫെഡറൽ ബാങ്കിൻ്റെ ക്യാഷ് ഡെപ്പോസിറ്റ് ഫോം അഥവാ ക്യാഷ് ഡെപ്പോസിറ്റ് സ്ലിപ്പ്. ഈ ഫോം പൂരിപ്പിച്ചുകൊണ്ട് നമുക്ക് എത്ര രൂപ വേണമെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഒരു സംഖ്യയാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് അവർ സർവീസ് ചാർജ് ഈടാക്കുന്നതാണ്. അതേപോലെ ഒരു മാസം 5 ട്രാൻസാക്ഷൻ വരെ നമുക്ക് ഫെഡറൽ ബാങ്ക് ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. അതിന് മുകളിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ട്രാൻസാക്ഷനും അവർ സർവീസ് ചാർജ് ഈടാക്കുന്നതാണ്. ഇനി ഈ ഫോം ഇംഗ്ലീഷിൽ എങ്ങനെ പൂരിപ്പിക്കാമെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിനുശേഷം മലയാളത്തിൽ ഇത് എങ്ങനെ പൂരിപ്പിക്കാമെന്നും കാണിക്കാം. അപ്പോൾ ഈ ഫോമിന്റെ നടുഭാഗത്തായിട്ട് ഫെഡറൽ ബാങ്ക് എന്ന് എഴുതിയതിന്റെ നേരെ താഴെയായിട്ട് ബ്രാഞ്ച് ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫെഡറൽ ബാങ്കിന്റെ ബ്രാഞ്ച് ഏതാണോ അതിവിടെ എഴുതുക. ഞാനിവിടെ ഒരു ഉദാഹരണത്തിന് ചിറ്റൂർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി അതിന് നേരെ താഴെ അക്കൗണ്ട് ഹോൾഡറുടെ നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്യാഷ് ഏത് അക്കൗണ്ടിലേക്കാണോ അടയ്ക്കേണ്ടത് ആ അക്കൗണ്ട് ആരുടെയാണോ അവരുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. അത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണെങ്കിൽ നിങ്ങളുടെ ബാങ്കിലെ പാസ്ബുക്കിൽ നിങ്ങളുടെ പേര് എന്താണോ അതിവിടെ എഴുതുക. അല്ല, നിങ്ങൾ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കാണ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അയാളുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എൻ്റെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഫോമിന്റെ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഫോം നമ്മൾ അവിടെ സമർപ്പിക്കുന്ന ഡേറ്റ് ഏതാണോ അതിവിടെ എഴുതുക. അപ്പൊ ഞാൻ 20/5/2025 എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് അതിന്റെ നേരെ താഴെ നമ്മുടെ അക്കൗണ്ട് നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് ക്യാഷ് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കിലുള്ള 14 അക്കങ്ങൾ വരുന്ന നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഇവിടെ എഴുതുക. അല്ല, നിങ്ങൾ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കാണ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തിയുടെ ഫെഡറൽ ബാങ്കിലെ അക്കൗണ്ട് നമ്പർ ഏതാണോ അതിവിടെ എഴുതുക. ഇനി അതിന് നേരെ താഴെ പാൻ നമ്പർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ എഴുതുക. അല്ല, നിങ്ങൾ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കാണ് ക്യാഷ് അടയ്ക്കുന്നതെങ്കിൽ അയാളുടെ പാൻ നമ്പറാണ് ഇവിടെ എഴുതേണ്ടത്. പക്ഷേ പാൻ നമ്പറിന്റെ കാര്യത്തിൽ ഞാൻ ഇവിടെ ഒരു കാര്യം പറയാം. ഇവിടെ പാൻ നമ്പർ എഴുതണമെന്ന് നിർബന്ധമില്ല. കാരണം ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്ന അക്കൗണ്ട് അത് നമ്മുടെ ആയാലും മറ്റൊരാളുടെ ആയാലും ആ അക്കൗണ്ടുമായിട്ട് ആ അക്കൗണ്ടിന്റെ ഉടമ തന്റെ പാൻ കാർഡ് നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ 49,000 രൂപയ്ക്ക് മുകളിൽ ഒരു സംഖ്യയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ക്യാഷ് ആ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ പാൻ നമ്പർ എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വിഷയമല്ല. പക്ഷെ വലിയ സംഖ്യകൾ ആ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ആ അക്കൗണ്ടുമായിട്ട് പാൻ നമ്പർ നിർബന്ധമായിട്ടും ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ പാൻ നമ്പറിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലായില്ലേ? ഇനി അടുത്തതായിട്ട് ഇവിടെ താഴെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്ന ക്യാഷിന്റെ വിവരങ്ങളാണ് താഴെയുള്ള കോളങ്ങളിൽ എഴുതേണ്ടത്. അത് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാട്ടോ. ഇവിടെ ഡിനോമിനേഷൻ എന്ന് ഒരു കോളം കാണുന്നുണ്ടല്ലോ, അതിൻ്റെ താഴെ 2000, 500, 200, 100, 50, 20, 10, 5 തുടങ്ങിയ സംഖ്യകളുടെ വിവരങ്ങളുണ്ട്. അതായത് കറൻസികളുടെ വിവരങ്ങളുണ്ട്.
അപ്പോൾ ഈ 2000 നമുക്ക് വിട്ടുകളയാം, കാരണം 2000 ഇപ്പം ഇല്ലല്ലോ. ഇനി അടുത്തത് 500 ആണ്. അപ്പോൾ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്ന ക്യാഷിൽ 500ന്റെ കറൻസികൾ ഉണ്ടെങ്കിൽ അവ എത്ര എണ്ണം എന്നുള്ളതാണ് ഇവിടെ 500 ഇൻറ്റു എന്ന് കൊടുത്തിട്ടില്ലേ, അതിൻ്റെ നേരെ തൊട്ടടുത്തായിട്ട് എഴുതേണ്ടത്. അപ്പം ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്ന കറൻസികളിൽ ഒരു 110 500ന്റെ കറൻസികൾ ഉണ്ടെന്ന് കരുതുക. അപ്പം ഞാൻ ഇവിടെ 110 എന്ന് എഴുതണം. ഇനി അതിൻ്റെ തൊട്ടടുത്ത കോളത്തിൽ എന്താണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ 110 ഇൻറ്റു 500 എത്രയാണ്, ആ സംഖ്യ ഞാൻ തൊട്ടടുത്ത കോളത്തിൽ എഴുതണം. അപ്പം 110 ഇൻറ്റു 500 55,000 രൂപയാണ്. അത് ഞാൻ ഇവിടെ എഴുതുന്നു. ഇനി 200ന്റെ 25 കറൻസികളുണ്ട്, അത് ഞാൻ ഇവിടെ എഴുതി. അപ്പം 200 ഇൻറ്റു 25 5000, അത് ഞാൻ ഇപ്പുറത്തെ കോളത്തിലും എഴുതുന്നു. ഇനി 100ന്റെ 30, അത് 3000 രൂപ. ഇനി 50ന്റെ 100, അത് 5000 രൂപ. 20ന്റെ 80 കറൻസികൾ. 20ന്റെ ഒന്നും കറൻസികൾ ഞാനൊരു ഉദാഹരണമായിട്ട് എഴുതുകയാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ ചിലപ്പോൾ 500ന്റെ കറൻസി മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പം നമ്മൾ 500ന്റെ മാത്രം എത്രയാന്ന് എഴുതിയിട്ട് താഴെ ടോട്ടൽ എത്രയാന്ന് എഴുതിയാൽ മതിയാവും. അല്ല 200ന്റെയും 100ന്റെയും കൂടി കറൻസികൾ ഉണ്ടെങ്കിൽ അത് എഴുതിയിട്ട് താഴെ ടോട്ടൽ എഴുതുക. ഇനി 10ന്റെ 30 എണ്ണം 300 രൂപ. 5ന്റെ 20 എണ്ണം 100 രൂപ. അപ്പം ഞാൻ മൊത്തം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി അതൊക്കെ പാടെ കൂട്ടി വരുന്ന സംഖ്യ എത്രയാണോ അത് അതിൻ്റെ നേരെ താഴെ ടോട്ടൽ എന്നതിൻ്റെ കോളത്തിൽ എഴുതണം. അപ്പം ഇതൊക്കെ കൂടി കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യ 70,000 രൂപയാണ്. അത് എഴുതി കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്ത് ഒരു സ്ലാഷ് ഇട്ടിട്ട് ഒരു 2 വരെ ഇതുപോലെ ഇടുക കേട്ടോ. അപ്പോൾ മാത്രം എന്നൊരു അർത്ഥം അതിന് വരും. അതായത് 70,000 മാത്രം എന്നത് സൂചിപ്പിക്കാനാണ് അത് ഇടുന്നത്. ഇനി അതിന് താഴെ ലെഫ്റ്റ് സൈഡിലായിട്ട് റുപ്പീസ് ഇൻ വേർഡ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്ന ക്യാഷ് എത്രയാണോ അത് വേർഡ്സിൽ എഴുതാനാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ മുകളിൽ അക്കത്തിൽ 70,000 എന്ന് എഴുതി, അതിവിടെ വേർഡ്സിൽ എഴുതുമ്പോൾ 70,000 എന്ന് എഴുതണം. അപ്പൊ 70,000 കഴിഞ്ഞിട്ട് ഓൺലി എന്ന് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എത്ര രൂപയാണോ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് അതിവിടെ വേർഡ്സിൽ എഴുതിയതിന് ശേഷം ഓൺലി എന്ന് കൂടി അതോടൊപ്പം ചേർക്കുക. ഇനി അതിന്റെ താഴെ റൈറ്റ് സൈഡിലായിട്ട് നെയിം ആൻഡ് സിഗ്നേച്ചർ ഓഫ് ഡെപ്പോസിറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഡെപ്പോസിറ്റ് ആരാണോ ചെയ്യുന്നത് ആ ആളുടെ പേരും ഒപ്പുമാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പേര് മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പേര് എഴുതണമെന്നില്ല. എന്നാൽ നിങ്ങൾ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കാണ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തിയുടെ പേരായിരിക്കും മുകളിൽ അക്കൗണ്ട് ഹോൾഡറിന്റെ ആ കോളത്തിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ അയാളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ നിങ്ങളുടെ പേര് എഴുതണം. അപ്പം ഞാനിത് എൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് പോലെയാണ് ഇത് പൂരിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഞാൻ എൻ്റെ പേര് എഴുതുന്നില്ല, പകരം എൻ്റെ ഒപ്പ് മാത്രം ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെയും താഴെ മൊബൈൽ നമ്പർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആരാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അയാളുടെ മൊബൈൽ നമ്പറാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ മൊബൈൽ നമ്പർ എന്തിനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഡെപ്പോസിറ്റുമായി ബന്ധപ്പെട്ടിട്ട് പിന്നീട് എന്തെങ്കിലും സംശയം ബാങ്കിലെ ജീവനക്കാർക്ക് ഉണ്ടാവുകയാണെങ്കിൽ ആ ഡെപ്പോസിറ്റ് ചെയ്ത ആളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൊബൈൽ നമ്പർ ഇവിടെ എഴുതാൻ പറയുന്നത്. അപ്പം ഞാനിവിടെ ഉദാഹരണത്തിന് ഒരു നമ്പർ എഴുതി. ഇനി ഫോമിൻ്റെ ഏറ്റവും ഫസ്റ്റ് ഭാഗം, അതായത് ലെഫ്റ്റ് ഭാഗത്തിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പൂരിപ്പിക്കാനുണ്ട്. നമ്മളത് പൂരിപ്പിച്ചിട്ട് അവിടെ കൊടുക്കുമ്പോൾ അവരത് നോക്കിയതിന് ശേഷം സീൽ വെച്ചിട്ട് ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് തരുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നതിനുള്ള ഒരു പ്രൂഫായിട്ട് അത് നമുക്ക് സൂക്ഷിക്കാം. അപ്പം ഈ ഭാഗത്ത് ഏറ്റവും മുകളിൽ തന്നെ ബ്രാഞ്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ ചിറ്റൂർ എന്ന് ബ്രാഞ്ച് എഴുതി. ഇനി അതിന് താഴെ റൈറ്റ് സൈഡിൽ ഡേറ്റ് ചോദിച്ചിരിക്കുന്നു. ഇനി അതിന് താഴെ അക്കൗണ്ട് നമ്പർ ആണ്. ഇനി അതിന് താഴെ അക്കൗണ്ട് ഹോൾഡറുടെ നെയിം ആണ്. ഇനി അതിന് താഴെ റൈറ്റ് സൈഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന കറൻസികളുടെ വിവരമാണ്. അത് നമ്മൾ മറ്റേ ഭാഗത്ത് എഴുതിയ പോലെ തന്നെ ഇവിടെ എഴുതാം, പക്ഷെ അത് നിർബന്ധമില്ല. അത് എത്ര രൂപയാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതോ അത് താഴെ ടോട്ടലിൻ്റെ കോളത്തിൽ 70,000 ഇതുപോലെയൊക്കെ എഴുതിയാൽ മതിയാകും. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കാം. ഈ കറൻസികളുടെ കാര്യങ്ങൾ നമ്മൾ ഇത്രയും വിവരിച്ച് ചിലവരൊക്കെ എഴുതാതെ കൊടുക്കാറുണ്ട്, പ്രായമായവരൊക്കെ. അപ്പോൾ അവർക്കത് എഴുതാൻ അറിയില്ലല്ലോ എന്ന് കരുതിയിട്ട് ആ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്നവർ അത് സ്വീകരിക്കാറുമുണ്ട്. പക്ഷെ ചില ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്ന ബാങ്ക് ഉദ്യോഗസ്ഥർ അത് എഴുതി തന്നെ തരാൻ നിർബന്ധം പറയും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടതെന്ന് ഞാൻ വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇനി അതിന് താഴെ റുപ്പീസ് വേർഡ്സിൽ എഴുതാൻ കാണിച്ചിരിക്കുന്നു. ഞാനിവിടെ 70,000 ഓൺലി എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഈ രീതിയിലാണ് ഇംഗ്ലീഷിൽ നമ്മൾ ഫെഡറൽ ബാങ്കിലെ ക്യാഷ് ഡെപ്പോസിറ്റ് ഫോം പൂരിപ്പിക്കേണ്ടത്. ഇനി ഇത് മലയാളത്തിൽ എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടതെന്ന് ഞാൻ വേഗത്തിലൊന്ന് കാണിക്കാം. ഈ ഫോമിൻ്റെ ഒരു ഭാഗത്ത് ഇംഗ്ലീഷിലാണുള്ളത്, അതിൻ്റെ മറുപുറം തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിലാണ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് ഇതുപോലെ മലയാളത്തിൽ എഴുതാവുന്നതാണ്. അപ്പോൾ ഇവിടെ ശാഖ എന്ന ഭാഗത്ത് ചിറ്റൂർ എന്ന് ഞാൻ എഴുതി. അതിൻ്റെ താഴെ അക്കൗണ്ട് ഉടമയുടെ പേര്, അപ്പോൾ എൻ്റെ പേര് മാർട്ടിൻ പി എന്ന് മലയാളത്തിൽ എഴുതി. ഇനി ഇവിടെ താഴെയായിട്ട് ആകെ തുക എന്ന് കൊടുത്തിരിക്കുന്ന ഭാഗത്ത് 70,000 മാത്രം എന്ന് എഴുതി.
നമ്മൾ 70,000 70,000 ഓൺലി എന്ന് ഇംഗ്ലീഷിൽ എഴുതിയില്ലേ, ആ ഓൺലിക്ക് പകരം ഇവിടെ മാത്രം എന്ന് ചേർക്കുക. അത്രയേ ഉള്ളൂ വ്യത്യാസം. ബാക്കി കാര്യങ്ങളൊക്കെ അക്കത്തിലുള്ളതാണ്, അത് ഇതേപോലെ തന്നെയാണ് എഴുതേണ്ടത്. അതേപോലെ ഫോമിന്റെ ഇടതുവശത്ത് ശാഖ എന്ന് കാണുന്ന ഭാഗത്ത് ചിറ്റൂർ എന്ന് മലയാളത്തിൽ എഴുതി, അതിന് താഴെ അക്കൗണ്ട് ഉടമയുടെ പേര്, പിന്നെ ഏറ്റവും താഴെ ആകത്തുക എന്ന ഭാഗത്ത് 70,000 മാത്രം എന്ന് എഴുതി. അപ്പൊ ഇത്രയും കാര്യങ്ങളെ മലയാളത്തിൽ എഴുതാനുള്ളൂ, ബാക്കിയൊക്കെ അക്കത്തിൽ തന്നെ എഴുതുക. അപ്പൊ ഈ രീതികളിലൊക്കെയാണ് ഫെഡറൽ ബാങ്കിന്റെ ക്യാഷ് ഡെപ്പോസിറ്റ് ഫോം ഇംഗ്ലീഷിലും മലയാളത്തിലും പൂരിപ്പിച്ചുകൊണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്കോ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കോ നമുക്ക് ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനാവുക. ഈ വീഡിയോ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വിഷയവുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിൽ നിന്ന് ബൈ.